ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് 1-2 ദിവസത്തെ അല്ല, ഒരാഴ്ചയ്ക്ക് മേലെ സമയം എടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഭയങ്കര ഒരാഗ്രഹമായിരുന്നു നെറ്റിപ്പട്ടം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പം ആ ഓർഡർ പ്രകാരം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഔട്ട്ലൈൻ വെട്ടി, അതായത് പേപ്പറിൽ വെട്ടിയെടുത്തു. നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു പിക്ചർ വരച്ച് അത് പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ആദ്യം ഞാൻ റെഡ് കളറ് വൽവെറ്റിലാണ് വെട്ടിയെടുത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെട്ടിയെടുക്കുന്ന ആ രീതിയിലല്ല കേട്ടോ ഫൈനൽ വരുന്നത്. ഞാൻ ആ എന്താ പറയുക, മല പോലെ പൊങ്ങിക്കണ 2 ഭാഗം ഉണ്ടല്ലോ, അതിലൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം റെഡ് കളറുള്ള വെൽവെറ്റ് ക്ലോത്ത് ഇതുപോലെ വെട്ടിയെടുത്തു. അതിനുശേഷം ഒന്ന് വെച്ചിട്ട് ഞാൻ 2 ഇഞ്ച് കൂടുതൽ, ചുറ്റോട് ചുറ്റും 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ഭാഗത്ത് കുറച്ചും കൂടി നമുക്ക് മടക്കി തൂക്കിയിടാൻ പാകത്തിന് മടക്കി ഇത് ചെയ്യേണ്ടത് കൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അളവും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല, കാരണം എനിക്ക് അത്രമേൽ നന്നായിട്ട് പറഞ്ഞു തരുന്ന അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാനും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അളവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ചെയ്തൊരു വർക്ക് കാണിച്ചു തരാം എന്നോർത്തിട്ട് മാത്രം വീഡിയോ എടുത്തതാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഗോൾഡൻ ക്ലോത്ത്, ഇത് ഈ സെറ്റിൻ്റെ കൂടെ കിട്ടിയതല്ല, സെപ്പറേറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗോൾഡൻ ക്ലോത്തിലും വെട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാൻവാസിലും ഞാൻ ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം യഥാർത്ഥത്തിൽ വേണ്ടതിനേക്കാളും, അതായത് നമ്മുടെ ഗോൾഡൻ വർക്ക് വരുന്നുണ്ടല്ലോ, ആ ഏരിയനെ കഴിഞ്ഞും ഒരു 2 സെൻറ്റിമീറ്ററോളം വീതി വിട്ടിട്ട് വേണം നമ്മളിത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അരങ്ങ് ഒട്ടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഭാഗം വിട്ടിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ മൂന്ന് ഗോൾഡൻ, പിന്നെ ക്യാൻവാസ്, റെഡ് കളർ വെൽവെറ്റിൻ്റെ ക്ലോത്ത്, ഇങ്ങനെ 3 എടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ചേർത്തൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്നതിലൊക്കെ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. ഞാനിത് എന്താ പറയുക, എഴുതി വെച്ച് അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നതിലൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം ഇത് 3 കൂടി ചേർത്തൊട്ടിക്കുകയാണ്. ഏറ്റവും ബേക്കിൽ ഞാൻ റെഡ് ക്ലോത്താണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിൽ ഞാൻ ഗോൾഡൻ കളർ ക്ലോത്താണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഗോൾഡൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും കുറച്ച് ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ റെഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും. ഗോൾഡൻ ആകുമ്പോൾ അത്രമേൽ അങ്ങനെ തിരിച്ചറിയില്ല, ഗ്യാപ്പ് വരുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അറിയത്തില്ല. അടുത്ത് വന്ന് നോക്കുമ്പോൾ ഗ്യാപ്പ് ഉള്ളത് എന്തായാലും അറിയും. അപ്പോൾ ഇതുപോലെ 3 ക്ലോത്തും ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബലത്തിൽ നിൽക്കൂട്ടോ, ഇങ്ങനെ തളർന്ന് കിടക്കത്തില്ല. നല്ല സ്റ്റഡി ആയിട്ട് എന്തായാലും ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും 3 നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാൻവാസും കൂടി എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഫെബിബോണ്ടിൻ്റെ പശയാണ് കേട്ടോ. ഞാനൊരു 4 പശ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4 പശയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തികഞ്ഞില്ല, ഒരു 5 പശ ഓളം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെയ്യുന്നത് 4 ഫീറ്റ് 3.5 ഫീറ്റിൻ്റെ ഗോൾഡൻ ഏരിയയും മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും 5 ഫീറ്റിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അളവ് ഞാൻ മറന്നുപോയി. 5 ഫീറ്റിൻ്റെ മേലെ വരുന്നുണ്ട്. ഏകദേശം 5 ഫീറ്റോളം വരുന്നുണ്ട്. 4 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. 5 ഫീറ്റോളം വരുന്നുണ്ട്. കാരണം എൻ്റെ അത്രയും പൊക്കം വരുന്നുണ്ട് കേട്ടോ. മേലെ മുതൽ താഴെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള കുഞ്ചലം വരെ വരുന്ന ഭാഗം എൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് ഏകദേശം. അപ്പം 5 ഫീറ്റോളം വരുന്നുണ്ട്. ഗോൾഡൻ ഏരിയ വരുന്നത് 4 താഴെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്ഷമ വേണം കേട്ടോ. ഓരോ ബീഡ്സും നമ്മൾ പെറുക്കി ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. എനിക്കൊരു ഓർഡർ വന്നായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് വന്നൊരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടെയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മേലെ സമയമെടുത്തു. നമ്മൾ ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയല്ല, അതിൻ്റേതായ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുളിച്ച് നല്ല വൃത്തിയായിട്ട് ആ ഒരു ടൈമിലാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ടൈം എടുക്കേണ്ട വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനത് ഭയങ്കര എന്താ പറയുക ത്രില്ലിങ്ങിലൂടെ ഇത് ചെയ്ത് കഴിയുമ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവന് ഇത് ഓർഡർ തന്ന ആൾക്ക് കുറച്ചധികം വലിപ്പത്തിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യം ഈ അളവിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി നീളത്തിൽ ആനേൻ്റെ നെറ്റിപ്പട്ടം വരുന്ന രീതിയിൽ തന്നെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീടിൻ്റെ അലങ്കാരത്തിന് വയ്ക്കുമ്പം ഈ ഒരു ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഒരുപാട് ഷേപ്പിൽ നെറ്റിപ്പട്ടം തന്നെ ഒരുപാട് ഷേപ്പിൽ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടു കേട്ടോ. പിന്നെ നൂലിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആണെങ്കിലും പല കളറിൽ ചെയ്യുമ്പം ഭംഗി കൂടി വരുന്നതായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് പച്ചയും റെഡ് പച്ചയും റെഡും പിന്നെ ഒരു ഓറഞ്ച് വരുന്ന അങ്ങനെ ഒരു 3 കളറാണ് നൂലെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് സെറ്റ് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു സെറ്റ് നമുക്ക് അയച്ചു തരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഇനി ചെയ്യുമ്പം എനിക്ക് പറയാനറിയാം ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന സാധനങ്ങൾ മതി, ഇന്ന കളറാണ് വേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറിയാം കേട്ടോ. കാരണം അത്രമേൽ റിസർച്ച് ചെയ്തു എന്ന് തന്നെ പറയാം. ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി യൂട്യൂബിലുള്ള സകലമായ ആൾക്കാരുടെയും വീഡിയോസ് കണ്ടു. പിന്നെ ഒരുപാട് സെർച്ച് ചെയ്ത് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എഴുതി ഒരു വലിയ ബുക്ക് തന്നെ ഞാൻ തയ്യാറാക്കി എന്ന് പറയാം. ഇനി ഒരു ഓർഡർ വന്നാൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എല്ലാ അളവും കാര്യങ്ങളും എല്ലാം എഴുതി വരച്ച് ഒരു ബുക്കാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്ത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ചെയ്തു തരാൻ ഭയങ്കര താല്പര്യത്തോടെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു, നേരിട്ട് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നല്ല ക്ഷമയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നിനും ഓരോ അളവൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്ന് വെക്കുന്നതിനൊക്കെ കുറച്ച് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരച്ച് അടയാളപ്പെടുത്തി ജസ്റ്റ് ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. എവിടേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കി. അതിന് ശേഷമാണ് ഇത് ഓരോന്ന് ഒട്ടിച്ചെടുത്തത്. ഓരോന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഓരോ മുത്തും നമ്മൾ കൈകൊണ്ട് വെച്ച് കൊടുക്കണമായിരുന്നു. ചിലതിൽ നമുക്ക് ഇപ്പോൾ വെക്കണ ഇതുണ്ടല്ലോ അതൊക്കെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ പേരറിയായിരുന്നു, ഞാനിപ്പം മറന്നുപോയി കേട്ടോ. അപ്പം അതൊക്കെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ചിലതിന് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തൊട്ടിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധയോടെ ചെയ്യണം. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് പരമാവധി പറ്റുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ലാസ്റ്റ് എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എത്രത്തോളം ഭംഗിയായിട്ടുണ്ട്.
നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.